പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ പൗരസ്ത്യ സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനുഷ്യാവതാരത്തിൻ്റെ മഹാരഹസ്യത്തിൽ മനുഷ്യവർഗത്തിൽ പങ്കുചേരുവാൻ സർവശക്തനായി ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് പരിശുദ്ധ കന്യകമറിയം. അമ്മയുടെ മധ്യസ്ഥത ആഗോള സഭാജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ഗോകുൽത്തായുടെ മുകളിൽ മരിക്കുന്നതിന് മുൻപ് തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ വിളിച്ച് അമ്മയെ പരമേൽപ്പിക്കുന്നു. യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ അമ്മയെ യോഹന്നാൻ ശ്ലീഹായിക്ക് സംരക്ഷണത്തിന് വേണ്ടി നൽകുന്നു. അതുപോലെ തന്നെ അമ്മയെ വിളിച്ച് പുത്രൻ്റെ വേദനയുടെയും വിഷമത്തിൻ്റെയും നടുവിലും യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട് ഇതാ നിന്റെ മകനെന്ന് പറയുന്നു. നമ്മുടെ സഭയുടെ പ്രത്യേകമായ സുറിയാനി പാരമ്പര്യത്തിൻ്റെ മഹത്വരമായ വിശദീകരണത്തിൽ പരിശുദ്ധ സഭയുടെ മധ്യസ്ഥതയുടെ കേന്ദ്രസ്ഥാനത്തേക്ക്, എല്ലാ ശുദ്ധിമാന്മാരിലും പരിശുദ്ധന്മാരിലും പ്രഥമ ഗണനീയ സ്ഥാനത്തേക്ക് പരിശുദ്ധ ദൈവമാതാവ് ഉയർത്തപ്പെടുന്ന മഹനീയ സന്ദർഭമാണിത്. ലോകത്തിൽ ആർക്കും അമ്മയെ മറക്കുവാൻ സാധിക്കത്തില്ല എന്ന മഹത്തരമായ സന്ദേശം യേശുക്രിസ്തു ഗോകുൽത്തായുടെ മുകളിൽ വെച്ച് ലോകത്തിന് നൽകി. ആ സന്ദേശമാണ് ഇന്നും മാതൃത്വത്തിൻ്റെ മഹനീയത വിളിച്ചറിയിക്കുന്നതായി നിലകൊള്ളുന്നത്. പിതാവായ അപ്രയം പറയുന്നത് പോലെ ദൈവത്തിന് പോലും അമ്മയെ മറക്കുവാൻ സാധിക്കത്തില്ല. അത്രമാത്രം തൻ്റെ മരണസമയത്ത് അമ്മയെ കരുതിയ ദൈവപുത്രൻ യഥാർത്ഥത്തിൽ സഭയിൽ നമുക്ക് നൽകിയിരിക്കുന്ന മഹത്തര വരദാനമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത. കല്ലൂപ്പാറ സെൻറ് മേരീസ് പള്ളിയെ സംബന്ധിച്ച് ഇന്ന് മലങ്കര സഭയിൽ ഏറ്റവും അധികം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ആളുകൾ കടന്നു വരുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി ഇത് വളർന്നു കഴിഞ്ഞു. ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ശുശ്രൂഷ നിറപടിയായി നിർവഹിച്ചിട്ടുള്ള വന്യരായ വൈദികർ, ഇപ്പോൾ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന വൈദികരുടെ ദീർഘദർശനവും ശുശ്രൂഷ മനോഭാവവുമാണ് യഥാർത്ഥത്തിൽ ഇത്രയും അധികം ആളുകൾ ഇവിടെ കൂടുവാനും ഈ ഒരു പ്രാർത്ഥന ക്രമീകരണം ഏറ്റവും അനുഗ്രഹകരമായി നിർവഹിക്കപ്പെടുവാനും സാധിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്നത്തെ പ്രബോധന ശുശ്രൂഷയിലും അമ്മയുടെ ശ്രേഷ്ഠ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് ഒരു പ്രധാന സംഭവം അടർത്തിയെടുത്തിട്ട് ക്രിസ്തു ആരാകുന്നുവെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന സന്ദർഭമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചിട്ട് മരിച്ചുപോയി എന്ന് യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു. കാരണം യഹൂദ മതത്തിൻ്റെ ശക്തമായ ഒരു അവബോധമാണ് സർവശക്തരായ ദൈവം മരുഭൂമിയിൽ വെച്ച് അവർക്ക് മന്ന നൽകി എന്നത്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ വിവരിക്കുന്നത് മരുഭൂമിയിൽ ലഭിച്ച മന്നയേക്കാളും ശ്രേഷ്ഠമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കന്യകയുടെ ഉദരത്തിൽ അധിവസിച്ച് ജീവന്റെ അപ്പമായ യേശുക്രിസ്തു. അതുകൊണ്ട് യേശുക്രിസ്തു സ്വയമേവ യഹൂദ സമൂഹത്തോട് പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് യേശുക്രിസ്തു തൻ്റെ സ്വയത്തെക്കുറിച്ച്, തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ശ്രേഷ്ഠമായ തൻ്റെ ദൈവീക ഐഡന്റിറ്റിയെക്കുറിച്ച് യഹൂദ പുരുഷന്മാരോട് പറഞ്ഞപ്പോൾ അവരുയർത്തിയ ഒരു സന്ദേഹമാണ്, ഇവൻ യൗസേപ്പിൻ്റെ മകനല്ലേ, ഇവന്റെ മാതാവായ മറിയാമിനെ നമുക്കറിയാമല്ലോ, ഇവന്റെ സഹോദരങ്ങളെയും നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാം വാക്യത്തിലുള്ള തിരുകുടുംബത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലുമൊക്കെ തിരുകുടുംബത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും സവിശേഷ വിശദീകരണം തരുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വാക്യം എത്രയാ? 24-ാമത്തെ വാക്യം. നിങ്ങളുടെ കയ്യിൽ ഏത് പുസ്തകം ഉള്ളതുകൊണ്ട് ആ വേദഭാഗം ഉച്ചത്തിൽ വായിക്കുന്നത് നല്ലതാണ്. യൗസേപ്പ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അല്പം കൂടി ഉണ്ട്.
ഭാര്യയെ ചേർത്തുകൊണ്ടു. ഇതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. യൗസേപ്പ് ഉറക്കമുണർന്നു. യൗസേപ്പ് ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, ഭാര്യയെ ചേർത്തുകൊണ്ടു. പിതാവായ യൗസേപ്പിനെ കുറിച്ച് അധികം നമ്മൾ കേട്ടിട്ടില്ല. കാരണം നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലും മലങ്കര സഭയുടെ പാരമ്പര്യത്തിലും ആരാധനാ ക്രമീകരണങ്ങളിൽ പ്രാധാന്യമുണ്ടെങ്കിലും പ്രബോധന ശുശ്രൂഷകളിൽ വിഷയീഭവിക്കുന്നില്ല പിതാവായ യൗസേപ്പിനെ കുറിച്ച്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അമ്മയുടെ ശ്രേഷ്ഠമായ മധ്യസ്ഥത, ആ മധ്യസ്ഥതയുടെ അനുഭവതലത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പിതാവായ യൗസേപ്പ്. പല പ്രാവശ്യവും പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുവെങ്കിലും യൗസേപ്പ് വിസ്മരിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ റോമൻ കത്തോലിക്ക സഭയിൽ ഏകദേശം മധ്യനൂറ്റാണ്ടുകൾ മുതൽ പിതാവായ യൗസേപ്പിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ ശക്തമാണ്. ഇന്നിത് പ്രസക്തമായതിൻ്റെ കാരണമെന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവുമെല്ലാം നഷ്ടപ്പെട്ട് ആധുനിക ലോകത്തിൽ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് തിരുക്കുടുംബത്തിൻ്റെ ശ്രേഷ്ഠമായ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യങ്ങൾ കടന്നു വരണം. പിതാവായ യൗസേപ്പിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ പരിമിതമാണ് പ്രസ്താവനകൾ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ ബാല്യകാലം പറയുന്ന സമയത്തും അതുപോലെ തന്നെ ജീനിയോളജി, യേശുക്രിസ്തുവിന്റെ വംശാവലി പറയുന്ന സമയത്തും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യൗസേപ്പിനെ കുറിച്ച് പ്രതിപാദനമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഏറ്റവും അധികം കാനോനിക സുവിശേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യമായി യൗസേപ്പിന് ലഭിച്ച വെളിപാട്, അതാണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം. അതുപോലെ തന്നെ ഈജിപ്തിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന സമയത്ത് രണ്ടാമത് ദൂതൻ വെളിപ്പെടുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് തിരികെ നസറേത്തിലേക്ക് വരുമ്പം മൂന്നാമതും യൗസേപ്പിന് ദൂതൻ വെളിപ്പെടുന്നതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. എന്നാൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ പരിമിതമാണ് വിശദീകരണം. അതേസമയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ് പിതാവായ യൗസേപ്പിനെ കുറിച്ചുള്ള പ്രതിപാദനത്തിൽ അധികമായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായം 18 മുതൽ, അതിൽ നമ്മൾ വായിച്ച വേദഭാഗം ഏതാ? 24-ാമത്തെ വാക്യം. പെട്ടെന്ന് ഈ വേദഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. യൗസേപ്പ്, എന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നേ, യൗസേപ്പ് ഉറക്കമുണർന്നു. യൗസേപ്പ് ഉറക്കമുണർന്നു. അടുത്ത വാക്യം, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. മൂന്നാമത്തേത്, ഭാര്യയെ ചേർത്തുകൊണ്ടു. എൻ്റെ മനസ്സിൽ ഒന്നാമത് കടന്നു വരുന്നത് ഉറങ്ങുവാൻ പോകുന്ന യൗസേപ്പിനെ കുറിച്ചാണ്. എന്നെ ഇപ്പം ഞാൻ പറഞ്ഞേ, ഉറങ്ങുവാൻ പോകുന്ന, ചിലരൊക്കെ ഉറങ്ങാൻ തുടങ്ങിക്കാണും. ഉറങ്ങുവാൻ പോകുന്ന യൗസേപ്പ്. അതിനുശേഷമാണ് ഉറക്കമുണരുന്ന യൗസേപ്പിനെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. സഹോദരങ്ങളെ, ഉറങ്ങുവാൻ പോകുന്ന യൗസേപ്പ് നമ്മുടെ പ്രതിനിധിയാണ്, നമ്മുടെ കുടുംബജീവിതത്തിന്റെ പ്രതിനിധിയാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിത വിഷയത്തിന്റെ വളരെ ശ്രേഷ്ഠമായ സാദൃശ്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദനകളും വിഷമങ്ങളും ഭയങ്കരമാണ്. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ ആ വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്ന പുരുഷനോടുകൂടെ സ്ത്രീ താമസിക്കണം. സ്ത്രീയുടെ മേത്തരമായ സ്വഭാവത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം വിവാഹം കഴിക്കുവാൻ പോകുന്ന പുരുഷന്റെ മനസ്സിലുണ്ടാകണം. ഈ ഒരു പശ്ചാത്തലമാണ് പിതാവായ യൗസേപ്പിന്റെ കൂടെ 14 വയസ്സുള്ള പാവപ്പെട്ട ഈ പെങ്കൊച്ച് താമസിക്കുന്ന സാഹചര്യം. വലിയ വ്യാഖ്യാനങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. റോമൻ കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനത്തിൽ പിതാവായ യൗസേപ്പിന് വിവാഹം നിശ്ചയം ചെയ്തു, ഭാര്യ ഭർത്താക്കന്മാർ എന്ന തലത്തിൽ ചില വിശദീകരണങ്ങളുണ്ട്. എന്നാൽ സുറിയാനിക്കാരെ വളരെ അഗാധമായ ചില പഠിപ്പിക്കലുകൾ നൽകുന്നുണ്ട്. അവർ പറയുന്നത് പിതാവായ യൗസേപ്പ് ഈ ബാലികയുടെ സംരക്ഷണം ഏറ്റെടുത്തു എന്നതാണ്. വിവാഹ നിശ്ചയം എന്ന പദം പോലും ഉപയോഗിക്കുന്നില്ല. കാരണം യഹൂദന്മാരുടെ ക്രമമനുസരിച്ച് ദേവാലയത്തിൽ വളർത്തപ്പെടുന്നു, 13-14 വയസ്സാകുന്നു.
അവളുടെ കുടുംബത്തിലും ചാർച്ചക്കാരിലും ഗോത്രത്തിലും പെട്ട ആരെങ്കിലും ഒരാളെ ആ സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിക്കണം. വിവാഹ നിശ്ചയം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചാൽ പോലും പിതാവായ യൗസേപ്പിന്റെ കൂടെ 14 വയസ്സുള്ള ഈ പെങ്കൊച്ച് താമസിക്കുന്നു. വിവാഹ നിശ്ചയത്തിന് മുൻപുള്ള ജീവിത കാലഘട്ടം. ആ സമയത്താണ് യൗസേപ്പിന് മനസ്സിലാകുന്നത് ഈ പെൺകുട്ടി ഗർഭിണിയാണ്, ഇവൾ ഗർഭിണിയാണ്. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, യൗസേപ്പിന് ഉറക്കം വരുമോ? യൗസേപ്പിന് ഉറക്കം വരുമോ? യൗസേപ്പിന് ഉറക്കം വരികയില്ല. യൗസേപ്പ് ഉറങ്ങാൻ പോകുന്നു. പക്ഷെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതിസന്ധികൾ കാരണം ബാക്കി നിങ്ങൾ പറ. ഉറക്കം വരുന്നില്ല. ഉറക്കം വരാത്തതിന്റെ കാര്യം എന്നാന്നോ? എന്താണ് സത്യം എന്നറിയത്തില്ല. എന്താണ് സത്യം എന്നറിയത്തില്ല. സത്യത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ട് ഉറക്കം വരുന്നില്ല. അതിനേക്കാളുപരി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ പെൺകുട്ടിയെക്കുറിച്ച് വിശ്വാസം വരുന്നില്ല. അച്ഛന്മാരൊക്കെ പറഞ്ഞത്, ദേവാലയത്തിലെ പുരോഹിതന്മാരൊക്കെ പറഞ്ഞത്, നല്ല പെങ്കൊച്ച, സാധുവായ പെൺകുട്ടിയ, ദൈവാനുഗ്രഹമുള്ള പെങ്കൊച്ച. പക്ഷെ അവര് പറഞ്ഞതും അനുഭവം തമ്മിൽ താരതമ്യം പെടുമ്പം എന്നാ ഇല്ല, വിശ്വാസം വരുന്നില്ല. അപ്പം ഉറങ്ങാൻ പോയത് സത്യത്തെക്കുറിച്ച് ബോധമില്ലാതെ, ഉറങ്ങാൻ പോയത് വിശ്വാസത്തെക്കുറിച്ച് പറവാക്കി, വിശ്വാസത്തെക്കുറിച്ച് ബോധമില്ലാതെ. വേണമെങ്കിൽ അവിശ്വാസിയായി ഉറങ്ങാൻ പോയി, സത്യത്തെക്കുറിച്ച് ബോധമില്ലാതെ ഉറങ്ങാൻ പോയി. അതിനേക്കാളൊക്കെ ഉപരി ലൗകികമായ കാഴ്ചപ്പാടിൽ ചിന്തിച്ചാൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അത് അവസാനിക്കുന്ന ഭിന്നതയുടെ, വഴക്കിന്റെ, ശണ്ടയുടെ മനസ്സുമായി. ബാക്കി നിങ്ങൾ പറ. ഉറങ്ങാൻ പോയി. ഉറക്കം വരുമോ? ഉറക്കം വരുമോ? ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉറങ്ങാൻ സാധിക്കാത്ത, ഉറക്കം കെടുത്തുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ കുടുംബജീവിതത്തിലും ഈ വക പ്രതിസന്ധികൾ ഭീകരമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ശിഥിലീകരിക്കുന്ന പല സന്ദർഭങ്ങൾ, ശക്തമായ സംശയങ്ങൾ. പാമ്പാക്കട നമസ്കാരത്തിൽ യൗസേപ്പിന്റെ വെളിപാടിനെ പ്രത്യേക പ്രാർത്ഥന സന്ധ്യയ്ക്കും പ്രഭാതത്തിലും ക്രമീകരിച്ചിട്ടുണ്ട്. ആ യൗസേപ്പിന്റെ വെളിപാടിന്റെ ഞായറാഴ്ച സന്ധ്യാപ്രാർത്ഥനയിലും പ്രഭാതത്തിലും ചൊല്ലുന്ന പ്രാർത്ഥനയിൽ എടുത്തു പറയുന്നത്, കർത്താവേ, ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഉണർന്നു വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കണമേ. സംശയത്തോടെ ഉറങ്ങാൻ പോയി. സത്യത്തെക്കുറിച്ച് ബോധമില്ലാതെ ഉറങ്ങാൻ പോയി. വ്യക്തിപരമായ ജീവിതത്തിൽ ഭിന്നതകളും വേദനകളും ശണ്ടകളും മനസ്സിൽ വെച്ചുകൊണ്ട് ഉറങ്ങാൻ പോയി. അവിശ്വാസത്തോടെ ഉറങ്ങാൻ പോയി. എന്നാൽ സഹോദരങ്ങളെ, യൗസേപ്പ് ഉറക്കം ഉണർന്നു. നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്, യൗസേപ്പ് പഠിപ്പിക്കുന്ന പ്രഥമ പാഠം ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക്. എൻ്റെ കൂടെ പറഞ്ഞ്, ഉറക്കത്തിൽ നിന്ന്. മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഒരപേക്ഷയാണ്. ജീവിതത്തിൽ വ്യത്യസ്ത പ്രായമുള്ളവരായിരിക്കാം നമ്മൾ അറിയാതെ ഉറങ്ങുകയാണ്. അസത്യത്തിന്റെ ഉറക്കം, സംശയത്തിന്റെ ഉറക്കം, വിശ്വാസരാഹിത്യത്തിന്റെ ഉറക്കം. ഈ ഉറക്കത്തിൽ നിന്ന് പിതാവായ യൗസേപ്പിന്റെ ജീവിതം നമുക്കൊരു ഉണർത്തുപാട്ടായി ഭവിക്കണം. കാരണം ഉറക്കം മതിയാക്കാം. ഉറക്കത്തിൽ നിന്ന്, ബാക്കിയൊന്ന് പറഞ്ഞേ, ഉറക്കത്തിൽ നിന്ന് ഉണരണമെന്നല്ല, ഉണർവിലേക്ക്. ഞാൻ ഇനി നമ്മുടെ ആരാധനാ ജീവിതവുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി ഒരു വാക്കൊന്ന് പറയട്ടെ. സഹോദരങ്ങളെ, ഉണർവിൻ്റെ മനോഹര സന്ദർഭമാണ് പരിശുദ്ധമായ ആരാധന. എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥനയുടെ 1-ാം കൗമ ആരംഭിക്കുന്നത് തന്നെ ഉണർത്ത് പാട്ടുകളാണ്. പാപാന്ധകാരത്തിന്റെ ഉറക്കത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഉണർവ്. അതുകൊണ്ടാണ് അവരത്, പ്രത്യേകിച്ച് സുറിയാനി പിതാക്കന്മാരെ, അവരത് നേരിട്ട് തന്നെ അങ്ങ് പറഞ്ഞു, പാപി ഉണരുക നീ. എന്തിനാ? അനുതാപത്തിനായി
ഈ പ്രഭാതത്തിൽ അന്ധകാരത്തെ മാറ്റി ശ്രേഷ്ഠമായ ഉണർവിലേക്ക് കടന്നു വരണം. നമ്മെ ഗ്രസിച്ചിരിക്കുന്ന പാപത്തിൽ നിന്ന്, വിശ്വാസരാഹിത്യത്തിൽ നിന്ന്, നമ്മെ ഗ്രസിച്ചിരിക്കുന്ന സംശയത്തിൽ നിന്ന് ദൈവമുഖം കണ്ടുകൊണ്ട് ഉണരണം. എല്ലാ വിശുദ്ധ കുർബാനയും എല്ലാ കൗദാശിക അനുഭവങ്ങളും ഉണർവിലേക്ക്, പ്രകാശത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് പ്രകാശമായിരിക്കുന്ന ദൈവമേ, അന്ധകാരത്താൽ ആക്രമിക്കപ്പെടാത്ത പ്രകാശത്തിലേക്ക് ഞങ്ങളെ ഉണർത്തണമേ. വിശുദ്ധ കുർബാനകൾ നന്നേ പ്രഭാതത്തിൽ പിതാക്കന്മാർ ക്രമീകരിച്ചത് ഈ അന്തരീക്ഷം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഉണർവ് നമുക്ക് മനസ്സിലാകാനാണ്. അന്തരീക്ഷം നമുക്ക് നൽകുന്ന ശക്തമായൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. വേദനയോടെ, സംശയത്തോടെ, ജീവിതത്തിന്റെ പ്രതിസന്ധിയോടെ കണ്ണടച്ചതാണ് കഴിഞ്ഞ രാത്രിയിൽ. എന്നാൽ ഇതാ പ്രതീക്ഷയോടെ ഉണർന്നിരിക്കുന്നു, ദൈവത്തിലുള്ള പ്രത്യാശയോടെ ഉണർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, യൗസേപ്പിന്റെ ജീവിതം, യൗസേപ്പിന്റെ ജീവിതം ഒരു ഉണർത്തു പാട്ടാണ്. എൻ്റെ കൂടെ ആ വാക്കൊന്ന് പറഞ്ഞ്, യൗസേപ്പിന്റെ ജീവിതം, പിതാവായ യൗസേപ്പിന്റെ ജീവിതം ഒരു ഉണർത്തു പാട്ടാണ്. ജീവിതത്തിന്റെ വേദനകളിൽ നിന്ന് മാറി പ്രകാശത്തിലേക്കുള്ള ഒരു ശക്തമായ ഉണർവ്. അതുകൊണ്ടാണ് ആദ്യത്തെ വാക്ക് ഒന്നുകൂടെ ഓർത്തിരിക്കുക, ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക്. വേദപുസ്തക ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പിതാവായ ആദാം പർദീസയിൽ കിടന്നൊന്ന് ഉറങ്ങി, പർദീസയിൽ കിടന്നൊന്ന് ഉറങ്ങി. ഉണർന്നെഴുന്നേറ്റപ്പം ഇതാ തൻ്റെ മുമ്പിൽ ഇതുവരെ പർദീസയിൽ കാണാത്ത ഒരു സാധനം നിൽക്കുന്നു. പർദീസയിൽ ഒത്തിരി മൃഗങ്ങളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതെന്താണ് ഉണർന്നിരിക്കുന്ന ആദാം കാണുന്നത്? തൻ്റെ മൂക്ക് പോലത്തെ മൂക്ക്, തൻ്റെ ചുണ്ട് പോലത്തെ ചുണ്ട്, തൻ്റെ കണ്ണ് പോലത്തെ കണ്ണ്. ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എന്ന മനോഹര കാവ്യം, അതിനകത്ത് ദ ഫസ്റ്റ് എൻകൗണ്ടർ ബിറ്റ്വീൻ ആഡം ആൻഡ് ഈവ്, ആദമും ഹവ്വായും തമ്മിലുള്ള ആദ്യത്തെ കണ്ടുമുട്ടൽ വിശദീകരിച്ചപ്പം ജോൺ മിൽട്ടൺ പറഞ്ഞു, ആദാമിന്റെ റെസ്പോൺസ്, ഫസ്റ്റ് റെസ്പോൺസ് വാസ് എ സിമ്പിൾ സ്മൈലിംഗ്. ഇതുവരെ പലതിനെയും കണ്ടപ്പം ആദാമിന്റെ മനസ്സിൽ ഭയവും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ, ഇന്ന് പൂർണ്ണമായ നല്ല ഉണർവോടെ തന്റെ മുമ്പിൽ നിൽക്കുന്ന ഹവ്വായെ കണ്ടിട്ട് ആദാം ഒന്ന് ചിരിച്ചു. മിൽട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദാം പറഞ്ഞ വാക്കിതാണ്, മാഡം ഐ ആം ദാറ്റ് ആഡം. എന്നാ പറഞ്ഞേ? മാഡം ഐ ആം ദാറ്റ് ആഡം. എന്തിനാന്നോ ഇങ്ങനെ ഞാനിത് വിശദീകരിച്ചത്? സഹോദരങ്ങളെ, ഈ ഉണർവ് വേദപുസ്തകം പഠിപ്പിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ ഉണർവാണ്. ആദാം ഉറക്കമുണർന്നപ്പോൾ കുടുംബജീവിതത്തിന്റെ മനോഹരമായ ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് ദൈവം ആദാമിനെ ഏൽപ്പിച്ചു. അതാണ് ആദമും ഹവ്വയും പറുദീസയിൽ ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷകരമായ ജീവിതം. ജീവിതത്തിന് സ്വസ്ഥത കിട്ടുമ്പം കുടുംബം ഭൂമിയിലെ പറുദീസയാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര ശ്രേഷ്ഠമായ കുടുംബജീവിതത്തിന്റെ മനോഹര ബന്ധമാണ് ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക്. ഉറക്കം എന്നതിനെ വേദപുസ്തകത്തിൽ അനവധി വിശദീകരണങ്ങളുണ്ട്. 12 അപ്പോസ്തലന്മാർ നസ്രായക്കാരൻ യേശുവിനോട് കൂടെ 3.5 വർഷം ജീവിച്ചു. പക്ഷേ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പല സന്ദർഭങ്ങളിലും 4 സുവിശേഷത്തിലും പറയുന്നുണ്ട്, അവർ ക്ഷീണം കൊണ്ട്, ഭാരം കൊണ്ട്, ബാക്കി ഉറങ്ങിപ്പോയി. എന്നാന്നോ ഉറങ്ങിയതിന്റെ കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല കൂടെ നിൽക്കുന്ന ആള് ആരാണെന്ന്. അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടതകൾ, വ്യഥകൾ, അനുഭവിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, ഇതൊന്നും ശിഷ്യ സമൂഹത്തിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, വിശ്വാസരാഹിത്യം, സത്യത്തെക്കുറിച്ച് ബോധമില്ലായ്ക, സംശയം, ഇതെല്ലാം ഉറക്കത്തിലേക്ക് നയിക്കും. ആ ഉറക്കം പത്രോസിന് അനുഭവപ്പെട്ടിട്ടുണ്ട്, യാക്കോബിനും യോഹന്നാനും അനുഭവപ്പെട്ടിട്ടുണ്ട്, ശിഷ്യന്മാരുടെ ജീവിതത്തിലും അത് ശക്തമാണ്. എന്നാൽ ഉയർപ്പിന്റെ മനോഹര മഹത്വം മനസ്സിലായപ്പം ഉറക്കം വെടിഞ്ഞിട്ട് അവർ ഉണർവിലേക്ക് വന്നു. അതാണ് ഇന്നും ലോകം ഉണർന്നിരിക്കുന്നതിന്റെ കാരണം. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല? ഉയർപ്പിന്റെ ഉണർവിലേക്ക് വന്നപ്പം, എന്നതിന്റെ ഉണർവിലേക്ക്? ഉയർപ്പിന്റെ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന ബോധ്യം വന്നപ്പം സത്യത്തിൽ സഭയുടെ ഉറക്കത്തിന്റെ സാഹചര്യം മാറി. പിന്നെ അവർ ഉണർന്നിരുന്നു. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഇന്നും മഹത്തരമായ ഉയർപ്പിന്റെ സന്ദേശം. അതെന്താ? അവൻ സത്യമായും മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരിച്ചവരുടെ സഭ പഠിപ്പിക്കുന്നത് ഉയർപ്പിന്റെ മഹത്വമാണ്. എന്നതാ ഉയർപ്പിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിലെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിലും കഷ്ടപ്പാടിന്റെ നടുവിലും വേദനയുടെ നടുവിലും വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്ന സന്ദർഭങ്ങളിലുമെല്ലാം നമ്മെ ഉണർവുള്ളവരാക്കി തീർക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു വന്ന മഹത്തരമായ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. ആ കൂട്ടത്തിൽ പറഞ്ഞ് ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ്. സഹോദരങ്ങളെ, നമുക്ക് ഉറക്കത്തിൽ നിന്ന് എങ്ങോട്ട് നീങ്ങാം? മാലാഖമാരുടെ 9 ഗണങ്ങളിൽ ഉറങ്ങാതിരിക്കുന്ന ഒരു ഗണമുണ്ട്. അതാരാന്നറിയാവോ? ഈറേന്മാരാണ്. ഉറക്കമില്ലാത്ത ഉണർവുള്ളവർ. ആരാണ്? ഉറക്കമില്ലാത്ത ഉണർവുള്ളവർ. നമ്മുടെ ദൈവീകരണത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠമായ തലം ഉറക്കമില്ലാത്ത ഉണർവുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ സ്ഥൂല ശരീരങ്ങൾ അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിലെ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഉറക്കം. എന്നാൽ തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമായ വേദശാസ്ത്ര വിശകലനമാണ്. തേജസ്കരിക്കപ്പെട്ടാൽ ഉത്ഥിത സമൂഹത്തിൽ ഉറക്കമില്ലാത്തവരോട് ഒരുമിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, കയ്യിൽ കുരുത്തോല പിടിച്ച് ശുഭ്രവസ്ത്രധാരികളായി സിംഹാസനത്തിന്റെ മുൻപാകെ അവർ രാപകൽ അവനെ ആരാധിക്കുന്നു. രാപകൽ ആരാധിക്കണമെങ്കിൽ എന്നതില്ല, ഉറക്കമില്ല. സഹോദരങ്ങളെ, ഈ വേദഭാഗം പഠിപ്പിക്കുന്ന യൗസേപ്പിന്റെ ജീവിതത്തിന്റെ 2ാമത്തെ വശത്തിലേക്ക് വരാം. ഒന്നാമത്തേത് ഉറക്കത്തിൽ നിന്ന്. 2ാമത് 24ാമത്തെ വാക്യം പിതാവായ യൗസേപ്പിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഒന്ന് പറഞ്ഞേ, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഞാനത് ഓർത്തിരിക്കാൻ ഒരു വാക്ക് പറയട്ടെ. അറിയിച്ചതുപോലെ പ്രവർത്തിച്ചു. ഒന്നുകൂടെ പറഞ്ഞേ, എന്നതാണ് അറിയിച്ചത്? കർത്താവിന്റെ ദൂതൻ യൗസേപ്പിന് പ്രത്യക്ഷപ്പെട്ടു. പ്രഥമമായ വെളിപ്പെടുത്തൽ. എന്താണ് വെളിപ്പെടുത്തിയത്? ഉറങ്ങാതെ നീ ഉണർവിലേക്ക്. എന്താണ് വെളിപ്പെടുത്തിയത്? വെളിപ്പെടുത്തിയത് ഇതാണ്, കന്യകയിൽ ഉരുവായിരിക്കുന്നത്. ബാക്കി പരിശുദ്ധാത്മാവിനാലാകുന്നു. കന്യകയിൽ ഉരുവായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങാൻ പോയപ്പം ഇങ്ങനത്തെ ഒരു ജീവിത പ്രതിസന്ധി ഉണ്ടെങ്കിൽ ദൂതൻ അങ്ങനെ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുവോ? ആടമിണ്ടാതിരിക്കുന്നു. ചിലരൊക്കെ ചിരിക്കാൻ തുടങ്ങി. വിശ്വസിക്കുവോ? വിശ്വസിക്കത്തില്ല. അതാണ് പ്രശ്നം. സഹോദരങ്ങളെ, പാമ്പാക്കട നമസ്കാരത്തിൽ ഇന്ന് തിരികെ വീട്ടിൽ ചെല്ലുമ്പം ആ യൗസേപ്പിന്റെ വെളിപാട് ആ ഞായറാഴ്ച അതിൻ്റെ സന്ധ്യാ നമസ്കാരത്തിലെയും പ്രഭാതത്തിലെയും പ്രാർത്ഥനയെന്ന് ചൊല്ലണം. ആ പ്രാർത്ഥനയാണ് അച്ഛൻ ഈ പറയുന്നത് മുഴുവൻ. അതിനകത്ത് ഈ യൗസേപ്പിനുണ്ടായ സ്വപ്നത്തെക്കുറിച്ചൊരു വിവരണമുണ്ട്. യൗസേപ്പിനുണ്ടായ സ്വപ്നം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക്. സ്വപ്നം പറയാൻ പോകുമ്പോൾ അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. എന്താ സ്വപ്നം? ഒരു കൊട്ടാരത്തിന്റെ വാതിൽ അടച്ച് മുദ്രയിട്ടിരിക്കുന്നു. കൊട്ടാരത്തിന്റെ വാതിലടച്ച് മുദ്രയിട്ടിരിക്കുന്നു. അതാണ് 1-ാം ഭാഗം. 2-ാം ഭാഗം, വാതിലടച്ച് മുദ്രയിട്ടിരിക്കുന്നുവെങ്കിലും കൊട്ടാരത്തിനകത്ത് രാജാവുണ്ടെന്ന് യൗസേപ്പിനെ വെളിപ്പെട്ടു. ഒന്നുകൂടെ കേട്ടോണേ, അല്ലെ മനസ്സിലാകത്തില്ല. ഒരു കൊട്ടാരത്തിന്റെ വാതിലടച്ച് മുദ്രയിട്ടിരിക്കുന്നു. വാതിലടച്ച് മുദ്രയിട്ടിരിക്കുന്നുവെങ്കിലും കൊട്ടാരത്തിനകത്ത്. നിങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട കോശിയച്ഛനെ തിരക്കി പാഴ്സനേജിലേക്ക് ചെന്നു. അച്ഛൻ്റെ മുറി നിങ്ങൾക്കറിയാം. പക്ഷേ പുറത്തുനിന്ന് വാതിലടച്ച് പൂട്ടിയിട്ടിരിക്കുന്നു. അച്ഛനകത്തുണ്ടോ? ആണ്ടുമിണ്ടാതിരിക്കുന്നു. അച്ഛനകത്തുണ്ടോ? പുറത്തു നിന്ന് വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ വന്ന ചിന്ത എന്നാ? നമ്മുടെ അച്ഛൻ പള്ളിമുറിക്കകത്ത് പറയുന്നേ എൻ്റെ കൂടെ
അച്ഛനെയിലെയോ പോയി. നിങ്ങൾ വേണേ ഇപ്പോഴത്തെ സോഷ്യൽ മാധ്യമങ്ങളുടെ രീതിയൊക്കെ അനുസരിച്ച് കല്ലൂപ്പാറത്തെ വികാരി അച്ഛനെ കാണാനില്ല എന്നൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്തേക്കും, വരട്ടെ. സഹോദരങ്ങളെ, പുറത്തു നിന്ന് വാതിലടച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അറിവ് അകത്ത് ആളില്ല എന്നതാണ്. ഇതാണ് സാധാരണ അറിവ്. ഇങ്ങോട്ട് നോക്ക്, ഇതാണ് സാധാരണ അറിവ്. അത് എവിടെ ചെന്നാലും, നമ്മളൊരു വീട്ടിൽ ചെന്നു, അച്ഛനും കമ്മിറ്റിക്കാരും ഒക്കെ കൂടെ നേരത്തെ പറഞ്ഞിട്ടൊരു സംഭാവന സ്വീകരിക്കാൻ ചെന്നതാണ്. പക്ഷേ അച്ഛനും കമ്മിറ്റിക്കാരും എൻ്റെ വീട്ടിൽ വരണ്ട എന്ന ചിന്തയിൽ എന്നാ ചെയ്തെന്നറിയാവോ? ഗേറ്റ് അടച്ചിട്ട് കുറ്റിയിട്ടു. അപ്പോൾ അച്ഛനും ബാക്കിയുള്ളവരും ചിന്തിക്കുന്ന എന്നാ, തോമാച്ചൻ വീട്ടിൽ. ഇതാണ് അറിവ്, ഇതാണ് സാധാരണ അറിവ്. നമുക്കെല്ലാം ഒരു സാധാരണ കാഴ്ചപ്പാടുണ്ട്. ജീവിതത്തിന്റെ പരമ്പരാഗത ശൈലികളിൽ നിന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന അറിവ്, അതാണ് സാധാരണ അറിവ്. യൗസേപ്പിനെ സംബന്ധിച്ച് ഈ സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവൾ വ്യഭിചാരിണിയാണ്, അതാണ് സാധാരണ അറിവ്. എന്നാൽ ദൂതൻ അറിയിച്ചത് അതല്ല. അതുകൊണ്ട് ഈ വേദഭാഗത്തിനെ, രണ്ടാം ഭാഗത്തിനെ മനസ്സിലാകാൻ വേണ്ടി അച്ഛനൊരു കാര്യം പറയുകയാണ്. ഇങ്ങോട്ട് നോക്കിക്കേ. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാനേജ്മെന്റ് സ്റ്റഡീസിൽ പറയുന്നത് ഇൻഫറൻസ് എന്നാണ്. നമ്മുടെ ചില നിഗമനങ്ങൾ, നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ ഇന്ന് ലോകത്തിന്റെ അറിവിനെ അധികം നിയന്ത്രിക്കുന്നത് ഇൻഫറൻസസ് ആണ്, ധാരണകളാണ്. നമ്മൾ അക്വയർ ചെയ്യുന്ന പുസ്തകത്തിൽ നിന്നും ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്നത് പലപ്പോഴും ഇൻഫറൻസസ് ആണ്. 4+3 = 7 കാഴ്ചപ്പാടതാണ്. എന്നാൽ ആ അറിവല്ല യൗസേപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന അറിവ്. യൗസേപ്പിന്റെ സ്വപ്നം പഠിപ്പിക്കുന്ന അറിവ് ഇനി ശ്രദ്ധിച്ചോണം. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക്. എന്നോട് ഇത് പറഞ്ഞ് അറിവിൽ നിന്ന്, ഒന്നുകൂടെ പറഞ്ഞ്, അറിവിൽ നിന്ന്. നമുക്കറിവുണ്ട്, പക്ഷെ എന്നാ ഇല്ല. ജോസഫിന് അറിവുണ്ടായിരുന്നു. ആ അറിവ് ഏത് സ്ഥാനത്തേക്ക് നീങ്ങി? തിരിച്ചറിവിലേക്ക് നീങ്ങി. വാതിലുകൾ അടച്ചിരിക്കുന്നു, പുറത്തു നിന്ന് മുദ്ര വെച്ചിരിക്കുന്നു, അതാണ് അറിവ്. അതിന്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തോന്നി ഈ കൊട്ടാരത്തിൽ രാജാവില്ല. പക്ഷേ ദൂതൻ നൽകിയ തിരിച്ചറിവ് എന്നാന്നോ? ഈ കൊട്ടാരത്തിൽ അത് അദ്ദേഹം പരിപൂർണമായി വിശ്വസിച്ചു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമീ നേവം പാഷാണർ എതിരെ ദൃഷ്ടാന്തം 3 സഭ കാട്ടുന്നു കുഞ്ഞാടിനെ വൃക്ഷം തീക്കൽ പാറജലം നൽകി യസ്തീറ മത്സ്യവുമേ കന്യാക്ഷേപകരെ 3 പരിഹാസത്തൊടുവി. സത്യത്തിൽ ഈ ധാരണയും അല്ലെങ്കിൽ അറിവും തിരിച്ചറിവും തമ്മിൽ ഒന്ന് വിശദീകരിക്കാൻ ഇതിലും പറ്റിയൊരു ഉദാഹരണമില്ല. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നത്. മോറിയാമലയുടെ മുകളിൽ മകനെ ബലി കഴിക്കാൻ കൊണ്ടുപോയി പിതാവായ അബ്രഹാം ബലിപീഠത്തിന്മേൽ ഇസഹാക്കിനെ കടത്തി വാൾ ഊരുമ്പോഴാണ് മുൾപ്പടർപ്പിൽ ഒരാടിനെ കണ്ടത്. പിതാക്കന്മാരിത് വിശദീകരിച്ചപ്പം എത്ര ഭയങ്കരം! അവര് പറഞ്ഞു, ഗോഗൽത്തായുടെ മുകളിൽ കുരിശുമരത്തിന്മേൽ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തൂങ്ങിക്കിടന്ന ദൈവപുത്രൻ, ദൈവത്തിന്റെ കുഞ്ഞാട്. ആ തിരിച്ചറിവിലേക്കാണ് മോറിയാമലയുടെ മുകളിൽ കാണപ്പെട്ട, ഉണക്കമരത്തിന്മേൽ കാണപ്പെട്ട കുഞ്ഞാട് നമ്മെ നയിക്കേണ്ടത്. ഇസഹാക്കിനെ ബലിയിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടാണ് ചരിത്രത്തിന്റെ പൂർത്തീകരണത്തിൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരക്കുരിശിന്മേൽ നമുക്കായി യാഗമായി തീർന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇതൊരു കേവലം അറിവല്ല, മറിച്ച് എന്നതാണ്? ഒന്നുകൂടെ പറയുന്നേ, തിരിച്ചറിവാണ്. തിരിച്ചറിവിലേക്കുള്ള യാത്ര.
പത്രോസ്ലിഹ വന്ന് ചൂണ്ടലിട്ട് മത്സ്യത്തെ പിടിച്ചു. മത്സ്യത്തിന്റെ വായിൽ എങ്ങനെ പണം കാണും? മത്സ്യത്തിന്റെ വായിൽ പണം കാണത്തില്ല എന്നതാണ് അറിവ്. എന്നാൽ മത്സ്യത്തിന്റെ വായിൽ നിന്ന് പണം കിട്ടുമെന്ന് പറഞ്ഞത് ഗുരുവാണ്. മത്സ്യത്തിന്റെ വാ വളർന്നു നോക്കിയപ്പം അതിനകത്ത് ബ്രഹ്മപ്പണം. സഹോദരങ്ങളെ, അതാണ് അറിവിൽ നിന്ന് എങ്ങോട്ടുള്ള യാത്ര? 40 സംവത്സരത്തെ മരുഭൂ പ്രയാണ കാലഘട്ടത്തിൽ ജനത്തിനൊരു ധാരണയുണ്ട്, മരുഭൂമിയിൽ വെള്ളം കിട്ടത്തില്ല. അതവര് പരമ്പരാഗതമായി മനസ്സിലാക്കിയ കാര്യമാണ്. പല അറിവുകളും പരമ്പരാഗത ധാരണകളാണ്. ആ പരമ്പരാഗത ധാരണയിൽ ലഭിച്ച അറിവാണ് മരുഭൂമിയിൽ വെള്ളം കിട്ടത്തില്ല. അതുകൊണ്ടവർ അഹറോനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തു. പക്ഷെ സർവശക്തൻ മോശയോട് പറഞ്ഞു, കയ്യിലിരിക്കുന്ന വടി കൊണ്ട് തീക്കൽപ്പാറക്കെട്ട് അടിക്കണം. തീക്കൽപ്പാറക്കെട്ട് അടിച്ചപ്പം എന്നെ പുറപ്പെട്ടു, വെള്ളം പുറപ്പെട്ടു. അതാണ് തിരിച്ചറിവ്. അതാണ് അപ്പൊ അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് നയിക്കുന്നതാണ് ദർശനം. എന്നെ ഇപ്പൊ അച്ഛൻ പറഞ്ഞ വാക്ക്, അറിവിൽ നിന്ന്, ഒന്നുകൂടെ പറഞ്ഞ്, അറിവിൽ നിന്ന്. ഈ പ്രാർത്ഥനാ സംഗമത്തിന്റെ ഉദ്ദേശം, അമ്മയുടെ മധ്യസ്ഥതയുടെ തീവ്രത അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ്. യൗസേപ്പ് ഉറക്കമുണർന്നു. യൗസേപ്പ്, അയ്യോ നേരെ നോക്കുന്നി. യൗസേപ്പ് ഉറക്കത്തിൽ നിന്ന് പറയുന്നേ, ഉറക്കത്തിൽ നിന്ന് അറിയിച്ചതുപോലെ പ്രവർത്തിച്ചു. ആരറിയിച്ചതുപോലെ? കർത്താവിന്റെ ദൂതൻ അറിയിച്ചതുപോലെ. സഹോദരങ്ങളെ, ഞാൻ ഈ വേദഭാഗത്തിന്റെ മറ്റൊരു വശം, ഈ 2ാം ഭാഗത്തിന്റെ മറ്റൊരു വശത്തിലേക്ക് വരട്ടെ. സ്വപ്നം കാണാറുണ്ടോ? അയ്യോ ഭീകര സ്വപ്നമാണ്. ആന ഓടിക്കുന്ന സ്വപ്നം, പാമ്പ് കൊത്താൻ വരുന്ന സ്വപ്നം, വെളുപ്പിനെ പലപ്പോഴും ഉണർന്നു വരുന്നത് മരിച്ചു എന്നുള്ള വിചാരത്തിലാണ്. വിഷമിപ്പിക്കുന്ന സ്വപ്നങ്ങൾ. എന്നാൽ അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് നയിക്കുന്ന ദർശനങ്ങൾ, സ്വപ്നങ്ങൾ യൗസേപ്പിന് മാത്രമല്ല. ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ദൈവം പലതും വെളിപ്പെടുത്തുന്നു. പക്ഷെ യൗസേപ്പിനെ പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിശ്ചയദാർഢ്യവും നീതിബോധവും ഇല്ലാത്തത് കൊണ്ടാണ് സ്വപ്നങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം. അബ്ദുൽ കലാം, മഹാനായ ഭാരതത്തിന്റെ മുൻ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു, സ്വപ്നങ്ങൾ കാണണം. സ്വപ്നമാണ് ബാക്കി നിങ്ങൾക്ക് പറയാവോ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്നത്. യൗസേപ്പ് ഒരു സ്വപ്നജീവി എന്ന് പ്രത്യേകിച്ച് ഒരു സാഹിത്യ ഭാഷയിൽ ഞാൻ പറയുന്നില്ല, അർത്ഥശോഷണം സംഭവിച്ചേക്കാം. എന്നാൽ യൗസേപ്പിനൊരു സ്വപ്നമുണ്ടായിരുന്നു. എന്നാ ആ സ്വപ്നമെന്നറിയാവോ? യഹൂദ മതത്തിന്റെ വീണ്ടെടുപ്പുകാരനായി ഒരു സ്ത്രീയുടെ സന്തതി ഉണ്ടാകുമെന്ന സ്വപ്നം ദീർഘകാലം ആരുടെ മനസ്സിലുണ്ട്? യൗസേപ്പിന്റെ മനസ്സിലുണ്ട്. അതാണ് യൗസേപ്പിനെ നീതിമാനെന്നും പുണ്യവാനെന്നും വിശേഷിപ്പിക്കാൻ കാരണം. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ പള്ളി വന്നു. പല പ്രാവശ്യം നമ്മുടെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും. നമുക്ക് സമാധാനം ഉണ്ടായോ? അതാണ് വിഷയം. സ്വപ്നമുണ്ട്, തിരിച്ചറിവില്ല. ഒന്നുകൂടെ പറഞ്ഞേ. കാര്യം, പള്ളി വരുന്നത് പല ഉദ്ദേശത്തില്. ചിലരുണ്ട് ഒരു സോഷ്യൽ ഗാദറിംഗ് ആയിട്ട് പള്ളിയെ കാണും. ഒരു ഞായറാഴ്ച കിട്ടുന്നതല്ലേ, ഒരാഴ്ചയായി കാണാത്ത പലരെയും ഒന്ന് കണ്ടുമുട്ടാനുള്ള അവസരം. മറ്റു ചിലരുണ്ട്, അവർ കാണിക്കുവാനും കാണിക്കപ്പെടുവാനുമായിട്ട് വരുന്നവരാണ്. ഒരവസരം കിട്ടുന്നതല്ലേ, മറ്റുള്ളവരൊന്ന് കണ്ടോട്ടെ. ഇങ്ങനെയൊക്കെ ഉള്ള മനോഭാവത്തോടെ പള്ളിയിൽ നിന്നാൽ എന്നെ കിട്ടത്തില്ല, ദർശനം കിട്ടത്തില്ല, സമാധാനം കിട്ടത്തില്ല. എന്നാൽ ശനിയാഴ്ച സന്ധ്യ മുതലേ ഒരുങ്ങി മനുഷ്യാവതാരത്തിന്റെ മഹനീയ യാഥാർത്ഥ്യം അതിവർത്തമാന കാലഘട്ടത്തിലും അനുഭവിക്കുന്ന എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും എന്ന തമ്പുരാന്റെ വാക്കോർത്തുകൊണ്ട് അനുഭവതലത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന നമുക്ക് ഓരോ കുർബാനയും അറിവിൽ നിന്ന് ഇത് വിശുദ്ധ കുർബാനയുടെ മാത്രം കാര്യമല്ല, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളും ഇങ്ങനെയാണ്. സ്വപ്നത്തിനൊരു സ്വീകരണക്ഷമതയുണ്ട്. പിതാവായ യൗസേപ്പിനെ കുറിച്ചുള്ളത്
ഏദന്റെ പറുദീസയിൽ ആദാമിന് ലഭിച്ച സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് യഹൂദ മതത്തിന്റെ അടിസ്ഥാനമായി നിലനിന്നിരുന്ന രക്ഷാപ്രമാണം, ആ പ്രമാണത്തിൽ വളർന്ന ആ കാത്തിരിപ്പിന്റെ പ്രതിനിധിയായി ജീവിച്ച വ്യക്തിയാണ് ആരെ? പിതാവായ യൗസേപ്പ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വപ്നം മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം ദൂതൻ അറിയിച്ചതുപോലെ പ്രവർത്തിച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ പലപ്പോഴും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പക്ഷേ നമ്മുടേതായ ധാരണകൾ കാരണം വെളിപ്പെടുത്തലുകളെ, ദൈവീക ദർശനങ്ങളെ, തിരിച്ചറിവിനെ പ്രാപിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ല. പരിശുദ്ധനായ പരിമല തിരുമേനിയും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും വിശുദ്ധന്മാരുടെ ഗണത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അവർ നമ്മെപ്പോലെ സാധാരണ മനുഷ്യരാണ്. പക്ഷേ ദൈവം കൊടുത്ത വെളിപ്പെടുത്തലുകൾ അവർക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, കുടുംബമായി ജീവിക്കുന്ന നമ്മൾ എത്ര ശ്രേഷ്ഠമായ തലത്തിലാണ് ദൈവം നമ്മെ സ്ത്രീ പുരുഷ, ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും, രണ്ട് വ്യക്തികളെ കുടുംബജീവിതത്തിലേക്ക് ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നത്. ഒന്നാം ഭാഗം മോതിരവാഴ്വിന്റെ ശുശ്രൂഷയാണല്ലോ. രണ്ടാം ഭാഗം ഈ മോതിരവാഴ്വിന്റെ ശുശ്രൂഷയിൽ പലപ്പോഴും ചെറുപ്പക്കാർ ഉയർത്തുന്ന ഒരു സന്ദേഹമുണ്ട്. മോതിരങ്ങളെല്ലാം വാഴ്ത്തിയിട്ട് പല മതങ്ങളിലും മോതിരം കൈമാറുന്നത് സ്ത്രീയും പുരുഷനും പരസ്പരമാണ്. ഇവിടെ മാത്രം ആ കാര്യം പോലും ചെയ്യാൻ ഞങ്ങളെ ആരനുവദിക്കുന്നില്ല? അച്ഛൻ അനുവദിക്കുന്നില്ല. ഞാൻ കെട്ടിയ പെങ്കുച്ചൻ്റെ കയ്യെ മോതിരയിട്ടത് ആരാണ്? ഇടവക്കാരൻ അച്ഛനാണ്. എന്നെ ചെയ്യാന് എന്നാ മക്കളെ ഇതിൻ്റെ കാരണം നിങ്ങൾക്കറിയാവോ? ഇതിനു വലിയ ആഴമായ ഒരു തിരിച്ചറിവുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഉടമ്പടിയാണ് വിവാഹം എന്നതാണ് നമ്മുടെ അറിവ്. ഇങ്ങോട്ട് നോക്കിക്കേ, എന്നെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഉടമ്പടിയാണ് വിവാഹം, അതാണ് നമ്മുടെ അറിവ്. എന്നാൽ എന്താണോ തിരിച്ചറിവ്? സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തോടെടുത്ത ഉടമ്പടിയാണ് വിവാഹം. ഒന്നുകൂടെ പറഞ്ഞേ, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പരസ്പരമല്ല, മറിച്ച് അവര് ദൈവത്തോടൊരു ഉടമ്പടി എടുത്തു. ആയുസ് പര്യന്തം ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി പറവാക്കി. ഒന്ന് ധൈര്യമായിട്ട് പറഞ്ഞേ, ആയുസ് പര്യന്തം ഭാര്യാഭർത്താക്കന്മാരായി. അതുകൊണ്ടാണ് മോതിരം വാഴ്ത്തി സഭാമക്കളുടെ സന്തോഷ പൂർത്തീകരണത്തിനായി ഹാദൂസോ പരിശുദ്ധ സഭയുടെ സഭാമക്കളുടെ സന്തോഷ പൂർത്തീകരണത്തിനായി ആരുടെ സന്നിധിയിൽ എടുത്ത ഉടമ്പടിയാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ. അതുകൊണ്ടാണ് മോതിരം വാഴ്ത്തി കൗദാശികമായി നിങ്ങളുടെ കൈകളിൽ ഇട്ടു തന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളെല്ലാം തന്നെ പരസ്പരമുള്ള ധാരണയായി അധപ്പതിക്കുന്നു. പരസ്പര ധാരണയല്ല ബന്ധം, മറിച്ച് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ ഏറ്റെടുത്തതാണ് ബന്ധം. അത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം അതാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അതാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അതാണ്. ആ തിരിച്ചറിവാണ് നമ്മെ നയിക്കേണ്ടത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നിയമം പാലിക്കപ്പെടേണ്ടവരും നിയമം സമൂഹത്തിന് നൽകുന്നവരും നിയമവിരുദ്ധരായി തീരുന്നതാണ് ഈ കാലഘട്ടം. അതിൽ സഭയും സമൂഹവും രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഉൾപ്പെടും. അതിൻ്റെ നടുവിൽ, ജീവിതത്തിൻ്റെ പ്രയാസത്തിൻ്റെയും ദുഃഖങ്ങളുടെയും നടുവിൽ നമുക്ക് വേണ്ടിയത്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് ശരിയായ തിരിച്ചറിവാണ്. യൗസേപ്പ് ഉറക്കം ഉണർന്നു. ഉറക്കത്തിൽ നിന്ന് പറവാക്കി, ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക്, അറിവിൽ നിന്ന് പറവാക്കി. മൂന്നാമത്തെ ഭാഗം, ഭാര്യയെ ബാക്കി എന്നെ ചേർത്തുകൊണ്ടു. ഒന്നുകൂടെ പറഞ്ഞേ, ഭാര്യയെ. ഒന്നുകൂടെ പറഞ്ഞേ. ഒരു വല്ലാത്ത വാക്കാണ് ഈ മൂന്നാം ഭാഗം. ഉറങ്ങാൻ പോയപ്പം എടുത്ത തീരുമാനം എന്നറിയാവോ? ഉറങ്ങാൻ പോയപ്പോൾ എടുത്ത തീരുമാനം എന്നറിയാവോ? ഉറങ്ങാൻ പോയപ്പോൾ
നീതിമാനായ യൗസേപ്പ് ഒരു തീരുമാനമെടുത്തു. എന്താ ആ തീരുമാനം എന്നറിയാവോ? കന്യകയ്ക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിനെ ഗൂഢമായി ഉപേക്ഷിക്കാം. ഈ അഡോൾഫ് ഹക്സ്ലി, അദ്ദേഹം ആംഗലേയ സാഹിത്യത്തിലെ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ പ്രചുരപ്രചാരം ലഭിച്ചിട്ടുള്ളതാണ്. ആർട്ട് ഓഫ് ലിവിങ് എന്ന മനോഹരമായൊരു പ്രബന്ധം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നത് ഹൗ ടു അവോയ്ഡ് അൺഹാപ്പിനെസ് ആൻഡ് ഹൗ ടു ലീഡ് എ ഹാപ്പി ലൈഫ്, എങ്ങനെ അസന്തുഷ്ടി മാറ്റി സന്തോഷം ഉണ്ടാക്കാം. അതിന് അദ്ദേഹം പറയുന്ന ഇന്നത്തെ ആധുനിക ലോകം വളരെയധികം അനുധാവനം ചെയ്യുന്ന ഒരു മാർഗമാണ് അഡ്ജസ്റ്റ്മെന്റ്. എന്നതാ? ഒന്നുകൂടെ പറ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ആർക്കും ദോഷമില്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ആര് നിർവഹിക്കാൻ പോകുന്നത്? യൗസേപ്പ്. എന്നതാണ് അഡ്ജസ്റ്റ്മെന്റ്? ലോകാപവാദം വരുത്തരുതേ. അപ്പൊ യൗസേപ്പിന്റെ ഭാഗം ക്രമീകരിക്കപ്പെട്ടു. ഗൂഢമായി ഉപേക്ഷിച്ചേക്കാം. അപ്പം മറ്റാരും കന്യകയുടെ കാര്യം നോക്കട്ടെ, എനിക്ക് സ്വസ്ഥമായി. ഇനി അവനവനിലേക്കൊന്ന് നോക്കിക്കേ. ജീവിതം മുഴുവൻ ഇങ്ങനത്തെ ചില അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ചില വീട്ടിൽ ചെന്നാൽ ഭാര്യയും ഭർത്താവും അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം എന്തൊരു ഭയങ്കരമായിട്ടാണ് സ്വീകരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 4 വർഷമായി ഭാര്യയും ഭർത്താവും ഒന്ന് പേരേ ഉള്ളൂ. അങ്ങനെ ജീവിക്കുന്നേ മിണ്ടാതിരിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നേ ഇല്ല. നമ്മൾ പഴയ തലമുറയെ പല കാര്യത്തിലും കുറ്റം പറയും. എന്നാൽ ഇന്ന് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും ഒക്കെ ചെന്നാൽ നിങ്ങൾക്കറിയാവോ, ഈ പുതിയ തലമുറയുടെ മനോഹരമായ ചില ശുശ്രൂഷയുടെ രംഗങ്ങൾ ശ്രേഷ്ഠമാണ്. ഞാൻ ഈയിടെ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ കണ്ട ഒരു സംഭവമാണ്. 2 കാലം തളർന്ന ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അവൻ്റെ പിതാവ് ഒരു ബൈക്കേൽ സ്കൂളിൽ കൊണ്ടുവരും. അവനെ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ തന്നെ 9ാം ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൂടെ ചെന്ന് അവന് വേണ്ടി ഒരു വീൽ ചെയർ ഉണ്ട്. ആ വീൽ ചെയറെ അവന്മാർ എടുത്തിരുത്തി, അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാനൊക്കെ ബാഗാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ആ കൊച്ചിനെ കരുതുന്നത് കാണുമ്പം ഇന്നത്തെ സമ്പന്നരായ ചില മാതാപിതാക്കൾ, ഒറ്റപ്പെട്ട ആരും നോക്കാതെ കഴിയുന്ന മാതാപിതാക്കൾ, എൻ്റെ ദൈവമേ 3 കുഞ്ഞുങ്ങൾ എനിക്ക് ഉണ്ടായിട്ടും ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല. വളരെ രസകരമായൊരു സംഭവം. ആ 9ാം ക്ലാസ്സിൽ തന്നെ പിള്ളേരെല്ലാം ടൂറിന് പോകാൻ തീരുമാനിച്ചു. ഇവൻ എങ്ങനെ പോകും? അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അവനെ ഞാൻ എടുത്തോളാം. അവനെ ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന പലരും ഇത്രമാത്രം വ്യത്യാസമുള്ള ഒരു പുതുതലമുറയെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ മേലാത്ത ഒരു കുഞ്ഞുണ്ടായാൽ, പ്രായമായ അപ്പച്ചനും അമ്മയും രോഗികളായി തീർന്നാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എങ്ങനെ ഹൗ ടു അവോയ്ഡ് അൺഹാപ്പിനെസ് ആൻഡ് ഹൗ ടു ലീഡ് എ ഹാപ്പി ലൈഫ്. നമുക്ക് ആധുനിക ലോകം തരുന്ന ബെസ്റ്റ് മെത്തേഡാണ് അഡ്ജസ്റ്റ്മെന്റ്. ലോകാപവാദം വരുത്താതിരിക്കാൻ വേണ്ടി ഗൂഢമായി അയ്യോ ഇതെങ്ങനെ ഓർത്തിരിക്കും? ഉറങ്ങാൻ പോയപ്പം ഉപേക്ഷിക്കണമെന്ന്, ഉണർന്നു വന്നപ്പം ചേർത്ത് കൊള്ളണമെന്ന്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്തേ. ഉറങ്ങാൻ പോയപ്പം ദൈവം ഉറങ്ങാൻ പോകുന്ന എല്ലാവരെ ഉറങ്ങാൻ പോയപ്പം ഉപേക്ഷിക്കണമെന്ന്. അതാ തീരുമാനം. ഉണർന്നു കഴിഞ്ഞപ്പം ഇനി അച്ഛൻ പറയുന്ന വാക്ക് ചേർത്ത് പറഞ്ഞേ, ഉപേക്ഷണത്തിൽ നിന്ന് ശരിക്ക് പറ, ഉപേക്ഷണത്തിൽ നിന്ന് ശുശ്രൂഷയിലേക്ക്. ഇപ്പം പിതാവായ യൗസേപ്പ് ഈ 14 വയസ്സുള്ള ഗർഭിണിയായ പെങ്കൊച്ചിനെ എന്നാടുക്കുക? ശുശ്രൂഷിക്കുക. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നാമത്തേതെന്നായിരുന്നു? ഉറക്കത്തിൽ നിന്ന്. അതാണ് യഥാർത്ഥത്തിൽ യൗസേപ്പിന്റെ ജീവിതം. ഉണർത്തുപാട്ടെന്ന് പറയുന്നതിന്റെ പ്രസക്ത ഭാഗം അതാണ്. ഉറക്കത്തിൽ നിന്ന് അറിവിൽ നിന്ന് ഇതാ അവസാന ഭാഗം. ഏതാ? ഉപേക്ഷണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് ഈ ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന പല ചെറുപ്പക്കാരും ഉണ്ടായി. നിങ്ങൾ മരിച്ചാലെന്നല്ല, വീട്ടിൽ മേലാതെ കിടക്കുന്നവർ. മനസ്സിലായില്ലേ? വീട്ടിൽ മേലാതെ കിടക്കുന്നവർ തിരിച്ചു ചെല്ലുമ്പം
തിരിച്ചു ചെല്ലുമ്പം ഉപേക്ഷണത്തിൽ നിന്ന് പറവാക്കി, ഉപേക്ഷണത്തിൽ നിന്ന് സഹോദരങ്ങളെ, ഇവിടെയാണ് സുറിയാനിക്കാരെ പിതാവായ യൗസേപ്പിനെ ബഹുമാനിക്കുന്നതിൻ്റെ കേന്ദ്ര അർത്ഥം. സുറിയാനി പാരമ്പര്യത്തിൽ വളർത്ത പിതാവെന്നോ വിവാഹം നിശ്ചയിക്കപ്പെട്ട മനുഷ്യനോ എന്നൊക്കെ പറയുന്ന ചില വിശേഷണങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാളും ഒക്കെ ഉപരി മറിയാമിനെ ശുശ്രൂഷിച്ച കൗദാശിക ജീവിതം. കാരണം കന്യകയുടെ ഉദരത്തിൽ ഉരുവായത് ദൈവീക വരദാനത്തിന്റെയും കൃപാവരത്തിന്റെയും പ്രത്യക്ഷമായ രൂപമാണ്. അതാണ് കൂദാശകളുടെ രാജ്ഞി, അതാണ് കൂദാശകളുടെ പൂർത്തീകരണം. ആ കൗദാശികതയെ ശുശ്രൂഷിക്കുന്ന തെശുമെശുത്തോ മനോഹരമായ ശുശ്രൂഷകനാണ് ആരെ പിതാവായ യൗസേപ്പ്. പലപ്പോഴും നമുക്ക് ഗതികേടുകളാണ് കഷ്ടതകൾ. ഒരു മേലാത്ത കുഞ്ഞ്, മദ്യപാനായ ഭർത്താവ്, എന്തു പറഞ്ഞാലും മനസ്സിലാകില്ലാത്ത പ്രായമായ മനുഷ്യർ, ഇതൊക്കെ നമ്മളെ വല്ലാതെ അലട്ടുന്നില്ലേ? ചില സന്ദർഭങ്ങളിലേലും ഓർത്തു പോകും, അങ്ങ് തീർന്നിരുന്നെങ്കിൽ, അങ്ങ് പറയുന്നേ. ഇതിനൊക്കെ ഒത്തിരി ഉത്തരമുണ്ട് സഹോദരങ്ങളെ. ആ മേലാത്ത കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനം, ആ മേലാത്ത കുഞ്ഞിനെ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നീ ശുശ്രൂഷിക്കും എന്ന വലിയ പ്രതീക്ഷയിലാണ് ദൈവം ആ മേലാത്ത കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതൊരു ശാപമല്ല, അതൊരു ഗതികേടല്ല. ഉപേക്ഷണത്തിൻ്റെ അവസ്ഥ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക, അങ്ങനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്കും അറിവിൽ നിന്ന് 5 മക്കളുണ്ടായി. ഈ 2 പേരെ നോക്കേണ്ടത്, അല്ലെ ഒരാളെ നോക്കേണ്ടത് ആരാ? ഞാൻ മാത്രം. അതാണ് പല ഉപേക്ഷയുടെയും അടിസ്ഥാന ചിന്ത. പക്ഷേ ദൈവം അവരെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ ആരെ ഏൽപ്പിച്ചത്? പറയുന്നേ, എന്നെ ഏൽപ്പിച്ചെന്നൊന്ന് പറഞ്ഞാൽ ഈ പ്രസംഗം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ആരെ ഏൽപ്പിച്ചത്? പറയുന്നേ, ആരെ ഏൽപ്പിച്ചത്? അത് മാത്രം പറയാൻ എന്തൊരു വിഷമം. ഇച്ചിരി ശക്തിയായി പറഞ്ഞ് ആരെ ഏൽപ്പിച്ചത്? എന്നെ ഏൽപ്പിച്ചത്. സഹോദരങ്ങളെ, ശുശ്രൂഷയുടെ ചേർത്ത് വയ്ക്കുന്നതാണ്. പലരും അകറ്റി നിർത്തുവാൻ വ്യഗ്രത പൂണ്ടപ്പോൾ ചേർത്ത് നിർത്തിയതാണ് നസ്രായക്കാരൻ യേശു. അതാണ് സുവിശേഷം, അതാണ് ഈ വേദപുസ്തകം. അത് മനസ്സിലാക്കാനുള്ള ബോധം സഭയ്ക്ക് ആധ്യാത്മിക നേതൃത്വത്തിന് ഉണ്ടാകുമ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക്, അറിവിൽ നിന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. കർത്താവ് ചെയ്ത സൗഖ്യദാന ശുശ്രൂഷകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ലേ? കുഷ്ഠരോഗി എല്ലാവരും മാറ്റി നിർത്തി. എന്നാൽ യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. വലിയ പ്രശ്നമാണല്ലോ രക്തസ്രാവക്കാരി സ്ത്രീ. കഴിഞ്ഞ വർഷത്തെ പ്രധാന സമൂഹത്തെ ഇളക്കിമറിച്ച വിഷയം അതാണല്ലോ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. അവൾ ആ ജനക്കൂട്ടത്തിന്റെ തിരക്കിന്റെ നടുവിൽ അവളെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്നും ഒന്ന് തൊട്ടിരുന്നെങ്കിൽ. അവൾ ആ പ്രതീക്ഷയോടെ ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ഉടനെ നസ്രായക്കാരന്റെ പ്രതികരണം, ആരാണ് എന്നെ തൊട്ടത്? ആ സ്ത്രീ ആകപ്പാടെ വിഷമിച്ചു കാണും. കാര്യം അരുതാത്തതല്ലേ ചെയ്തത്. പക്ഷെ കർത്താവ് അവിടെ മുഖത്ത് നോക്കി പറഞ്ഞു, കുഞ്ഞേ, നിന്റെ വിശ്വാസം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. സമൂഹം അകറ്റി നിർത്തിയ വ്യഭിചാരിണി സ്ത്രീയും രക്തസ്രാവക്കാരി സ്ത്രീയും കുഷ്ഠരോഗിയും, എന്തിനേറെ പറയുന്നു, പഠിപ്പും അതുപോലെ തന്നെ കഴിവുമില്ലാത്ത പാവപ്പെട്ട 12 പേരുണ്ടല്ലോ, അവരുമൊക്കെ ആരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു? പറയുന്നേ, നസ്രായക്കാരൻ യേശുവിനോടുകൂടെ. അങ്ങനെ പിതാവായ ഔസേപ്പും സന്ധ്യയ്ക്ക് വിചാരിച്ചു ഉപേക്ഷിക്കണമെന്ന്. എന്നാൽ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക്. എൻ്റെ നേരെ നോക്ക്,
അറിവിൽ നിന്ന്. അപ്പൊ അദ്ദേഹം ഭർത്താവാണോ? നിങ്ങളേലും ഒന്ന് പറഞ്ഞേ, ഭർത്താവാണോ? അല്ല. ആരാണെന്നാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്? ശുശ്രൂഷകൻ. കന്യകയെ ശുശ്രൂഷിച്ചു, ചേർത്ത് നിർത്തി. അതുകൊണ്ടാണ് ഞാൻ അവസാന ഭാഗം ഇങ്ങനെ ഓർമ്മിപ്പിച്ചത്. ഉപേക്ഷണത്തിൽ നിന്ന്. ഞാൻ വേദപുസ്തകത്തിലെ മറ്റൊരു ഭാഗം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗം ഭംഗിയായും മനസ്സിലാകും. ഫിലിപ്പിയിൽ പൗലൂസും ശീലാസും പ്രവർത്തിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഒരു വെളിച്ചപ്പാടെത്തി. അവളിങ്ങനെ ദർശനമൊക്കെ നടത്തി അവളുടെ യജമാനന്മാർക്ക് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ആ സമയത്താണ് പൗലൂസും ശീലാസും ചെല്ലുന്നത്, ഫിലിപ്പിയിൽ പ്രവർത്തിക്കുന്നത്. ഈ വെളിച്ചപ്പാടെത്തി പൗലൂസിനെയും ശീലാസിനെയും കണ്ടിട്ട് ഇവർ ദൈവാത്മാവുള്ള ദൈവ പുരുഷന്മാരാണെന്ന് പ്രവചിച്ചു. അസ്വസ്ഥത കൂടി വന്നപ്പം പൗലൂസ് അവളെ നോക്കി, അവളിലെ ഭൂതത്തെ പുറത്താക്കി. ഉടനെ അവക്ക് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്ന എന്നാന്നോ? അവക്ക് സുബോധം വന്നു. എന്നാ വന്നെന്ന് സുബോധം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഇന്ന് കല്ലൂപ്പാറ പള്ളി പ്രാർത്ഥനയ്ക്ക് വന്നത്. ബോധമില്ലാത്ത പലരും പോകുന്നത് വേറെ വഴിക്കാം. ചില ആളുകൾ തലേ കൈവെക്കുന്നു, ഉടനെ നമ്മൾ ബോധം കെട്ട നിലത്ത്. അതാണ് ഈ ന്യൂ ജനറേഷൻ ഭക്തി. ചില സോഷ്യൽ മാധ്യമങ്ങളിൽ ഇങ്ങനത്തെ ഭക്തി കാണുമ്പോൾ ഭയങ്കരമാണ്. മക്കളെ, ബോധം കെടാനല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് എന്നതിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ച് ബോധം കെടരുത്, മറിച്ച് പ്രാർത്ഥനയിലൂടെ സുബോധം ഉണ്ടാകണം. പോകട്ടെ, പൗലൂസിനെയും ശീലാസിനെയും ഈ വെളിച്ചപ്പാടത്തിയുടെ യജമാനന്മാർ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. പൗലൂസും ശീലാസും കാരാഗ്രഹത്തിൽ കടന്ന് അവർ സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് പാട്ടുപാടി. കാരാഗ്രഹ പ്രമാണി ചാട്ട കൊണ്ട് നല്ല അടിയൊക്കെ കൊടുത്താണ് ഇവരുടെ കാല് രണ്ടും ആമത്തിലിട്ട് പൂട്ടിയത്. എന്നാൽ ഭൂകമ്പം ഉണ്ടായി, തടവുകാരൊക്കെ രക്ഷപ്പെടുന്നു. അവരുടെ കാലുകൾ സ്വതന്ത്രമായി, കൈകളിലെ ബന്ധനമഴിഞ്ഞു. കാരാഗ്രഹ പ്രമാണി വിചാരിച്ച എന്നാന്നോ? പൗലൂസും ശീലാസും ഓടിപ്പോയെന്ന്. അദ്ദേഹം സ്വയമേവ മരിക്കാനൊരുങ്ങി. അപ്പൊ പൗലൂസ് പറഞ്ഞൊരു വാക്കുണ്ട്, സഹോദര നിനക്കൊരു ദോഷവും വരരുതേ, ഞങ്ങൾ ഇവിടെയുണ്ട്. ആ സമയത്ത് ഈ കാരാഗ്രഹ പ്രമാണി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് വീണ്ടും പറയട്ടെ. ഈ രക്ഷ എന്ന് പറയുന്നത് എന്നാണ് രക്ഷപ്പെടുന്നത്? കുറെ പണമോ സമ്പത്തോ സ്വാധീനമോ അല്ല, മറിച്ച് രക്ഷപ്പെടാമായിരിക്കെ, എൻ്റെ കൂടെ പറഞ്ഞേ, രക്ഷപ്പെടാതിരുന്നത് കണ്ടപ്പോഴാണ്. ഒന്ന് ശരിക്ക് പറ, രക്ഷപ്പെടാതിരുന്നത് കണ്ടപ്പോഴാണ് യഥാർത്ഥ രക്ഷ എന്നാന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? പൗലൂസിനും ശീലാസിനും രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ രക്ഷപ്പെടാതിരുന്നത് കണ്ടപ്പോഴാണ് ഇതൊന്നും അല്ല രക്ഷയെന്ന് ആർക്ക് തോന്നിയത്? പറവാക്കി. അതുകൊണ്ടാണ് ചോദിച്ചത്. ഉടനെ കാരാഗ്രഹ പ്രമാണിയുടെ ചോദ്യം, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? പൗലൂസിന്റെ മറുപടി, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നീ മാത്രമല്ല, നീ നിന്റെ എന്തൊരറിവാണ്, എന്തൊരു ഉണർച്ചയാണ്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അന്ന് വൈകിട്ട് നല്ല അടി കൊടുത്ത് പൗലൂസിന്റെയും ശീലാസിന്റെയും ശരീരം മുഴുവൻ മുറിവായിരുന്നു. പക്ഷെ കാരാഗ്രഹ പ്രമാണി ഇവരെ രണ്ടിനെയും കൂടെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി. മുറിവുകളിൽ എണ്ണ തേച്ചു. മുറിവുകളിൽ കാരാഗ്രഹ പ്രമാണി തല്ലിയവൻ, അടിച്ചവൻ, ശിക്ഷിച്ചവൻ ഇന്നാരായി മാറി? ശുശ്രൂഷകനായി മാറി. അതാണ് വേദപുസ്തകം. അതാണ് ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക്, അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ മനോഹര ചരിത്രമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെ തിരുജനനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഓർമ്മയുടെ സമയത്ത് ഏറ്റവും ഭാഗ്യവാനായി നമുക്ക് ഈ വന്യവയോധികനായ യൗസേപ്പിനെ കുറിച്ച് പറയാം. യൗസേപ്പിൻ്റെ ഭാഗ്യാവസ്ഥ മനസ്സിലാകണമെങ്കിൽ ഒരു നിർഭാഗ്യവാനായ മനുഷ്യനെ കുറിച്ച് ഞാൻ ഇതിൻ്റെ ഒരു ഉപസംഹാരമായി പറയാം. നിങ്ങൾക്കറിയാമോ, ശുശ്രൂഷയുടെ ചുമതല യൗസേപ്പ് ഏറ്റെടുത്തു. ആ സമയത്താണ്
സെൻസസ് എടുക്കാനുള്ള ഓഗസ്തൂസ് കൈസറുടെ കൽപ്പന ഉണ്ടായത്. ഈ 14 വയസ്സുള്ള പെങ്കുച്ച് ഗർഭിണിയായ മറിയാമിനെ കൂട്ടി യൗസേപ്പ് ബേത്ലഹേമിലേക്ക് പോയി. കുഞ്ഞിനെ പ്രസവിപ്പാനുള്ള സമയം. ഓരോ സ്ഥലത്തും അന്വേഷിച്ചു, ഒരിടത്തും സ്ഥലമില്ല. സത്രക്കാരൻ്റെ ഏരിയ ചെന്നു. ആരുടെ ഏരിയ ചെന്നു? ആരുടെ ഏരിയ ചെന്നു? സത്രക്കാരൻ. സത്രക്കാരനോട് യൗസേപ്പ് പിതാവ് യാചിച്ചു കാണും, ഒരല്പം സ്ഥലം തരാവോ? നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചോണേ. വലിയ ഒരു പങ്കാളിത്തമാണ് യൗസേപ്പിൻ്റെത്. കന്യക ഗർഭിണിയായി, മാലാഖയുടെ അറിയിപ്പ് ലഭിച്ചു, വചനിപ്പ് ലഭിച്ചു. പിന്നെ ശാന്തമായൊരു മറിയാണ് സുവിശേഷം വിവരിക്കുന്നത്. അധികം ഒന്നും സംസാരിക്കുന്നില്ല. ഈ ഉണ്ടാകുവാനുള്ള കുഞ്ഞിനെ യേശു എന്ന് പേര് വിളിച്ചത് പോലും ആരാ അറിയാവോ? അത് യൗസേപ്പ. പലരുടെയും മനസ്സിൽ അത് വരുന്നില്ല. മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിലാണ് ഉരുവായിരിക്കുന്നത്, നീ ശിശുവിനെ എന്നാ പറയണം? യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന് വിളിച്ചത് ആരാണ്? യൗസേപ്പ. അങ്ങനെ വിളിച്ചതിന്റെ കാരണം യൗസേപ്പിന്റെ ചാർച്ചക്കാരിലെ ആളുകളുടെ പേരെല്ലാം എന്നതാണ്? യേശു എന്നല്ല. അതൊന്നും കൊണ്ടല്ല, അതൊന്നുമല്ല കാരണം. അതാണ് സുറിയാനി വേദശാസ്ത്രത്തിന്റെ മഹത്വം. കാരണം മശിഹായിക്ക് വേണ്ടി കാത്തിരുന്നവന്റെ നാവിൽ, മശിഹായിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നവന്റെ നാവിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായവനെ വേറൊരു പേരും വരത്തില്ല, രക്ഷകൻ എന്ന പേരെ വരത്തുള്ളൂ. യൗസേപ്പാണ് പേരിട്ടത്, യൗസേപ്പാണ് വിളിച്ചത് എന്നത് യേശു എന്ന്. ഇനി ഞാൻ ആ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് തിരികെ വന്നേ. യൗസേപ്പ് സത്രക്കാരനോട് ചോദിച്ചു, അല്പം സ്ഥലം തരാവോ? അല്പം സ്ഥലം തരാവോ? പക്ഷേ സത്രക്കാരൻ മടി കൂടാതെ പറഞ്ഞു, ഇവിടെ പറവാക്കി ഉറങ്ങരുതേ, ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. അദ്ദേഹം ആ സത്രത്തിൽ താമസിക്കുന്നയാളല്ലേ, അദ്ദേഹത്തിൻ്റെതായി സ്വല്പ സ്ഥലയിലും കാണത്തില്ലേ? കാണുമോ? അതിലൊരു പകുതി അല്പസമയത്തേക്ക് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് കല്ലൂപ്പാറ പള്ളി ആ സത്രക്കാരൻ്റെ പേരിലാണ് ആയിരുന്നേനെ. മനസ്സിലായില്ല. ആ സത്രക്കാരൻ അല്പമിടം യേശുക്രിസ്തുവിന്റെ ജനനത്തിനു വേണ്ടി കന്യകയ്ക്ക് നൽകിയിരുന്നെങ്കിൽ അദ്ദേഹം ചരിത്രത്തിൽ ഇടം തേടിയേനെ. എന്നാ അച്ഛൻ പറഞ്ഞത്? അദ്ദേഹം ചരിത്രത്തിൽ. അതേസമയം നമുക്ക് സത്രക്കാരനെ അറിയാവോ? അദ്ദേഹം ആരാണെന്ന് പോലും അറിയത്തില്ല. അവിടെയാണ് അദ്ദേഹം നിർഭാഗ്യവാനാണ്. അതേസമയം ശുശ്രൂഷ കൊണ്ട് ചരിത്രത്തിൽ ഇടം തേടിയ മഹാഭാഗ്യവാനാണ് ആര്? പിതാവായ. ഞാൻ അവസാനിപ്പിക്കുമ്പം ഈ വാക്ക് നിങ്ങളുടെ മനസ്സിൽ മറന്നു പോകാതെ കിടക്കണം. ഇടം കൊടുക്കണേ. എന്നാ പറഞ്ഞേ? എങ്ങനെ ഇടം കൊടുക്കണം? ശുശ്രൂഷ ചെയ്ത് ഇടം കൊടുക്കണം. നമ്മൾ എന്ത് പണം സമ്പാദിച്ചു, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് ഈ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട്, പക്ഷേ ഒന്നുമില്ലാത്തവനെ കൊടുത്ത ചില നല്ല സഹായങ്ങൾ നമ്മുടെ ഈ ജീവിതം കൊണ്ട് മറ്റു മനുഷ്യരെ കൈപിടിച്ചുയർത്തിയ ചില നിമിഷങ്ങൾ, അതായിരിക്കും ഈ ജീവിതത്തിൽ എന്നുമെന്നും ഓർമ്മയിൽ നിൽക്കുന്ന മനോഹര സന്ദർഭങ്ങൾ. ഇടം നേടണമെങ്കിൽ, ബാക്കി പറ, ഇടം നേടണമെങ്കിൽ ഇടം കൊടുക്കണം. ഇടം കൊടുത്ത് ശുശ്രൂഷ കൊണ്ട് മനുഷ്യാവതാര മഹാസംഭവത്തിൽ ഇടം നേടിയ, എല്ലാവരും വിസ്മരിച്ചു പോകാവുന്ന, എന്നാൽ ആർക്കും മറക്കുവാൻ സാധിക്കാത്ത മഹനീയ വ്യക്തിത്വമാണ് പിതാവായ യൗസേപ്പ്. ഇത് നമ്മുടെ ജീവിതമാണ് സഹോദരങ്ങളെ. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നു, അമ്മയോട് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ വാചക കസർത്തിൽ ജീവിതം അവസാനിപ്പിച്ചിട്ട് ആഗ്രഹമില്ല. അതിനേക്കാൾ ഉപരി ജീവിതത്തിന് അടിസ്ഥാനമുണ്ടാകുന്നത്, അർത്ഥം ലഭിക്കുന്നത് വേദപുസ്തകം നമുക്ക് തരുന്ന അറിവിലൂടെ ശരിയായ തിരിച്ചറിവിലേക്ക്, ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക്, ഉപേക്ഷണത്തിന്റെ തലത്തിൽ നിന്ന് ശുശ്രൂഷയിലേക്ക്. നിങ്ങൾക്കറിയാവോ,
യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഈ ചരിത്രത്തോട് പറയുവാൻ ഏറ്റവും അർഹതയുള്ളത് യൗസേപ്പിനാണ്. അതുകൊണ്ടാണ് ഈ സുറിയാനിക്കാർ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് മുമ്പ് യൗസേപ്പിൻ്റെ വെളിപാടൊരു പ്രത്യേക ഞായറാഴ്ചയായി ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ചരിത്രത്തിലെ സത്യമായ സാക്ഷി ആരാണ്? അദ്ദേഹത്തിൻ്റെ വാക്കിനാണ് വില. കാര്യം അദ്ദേഹത്തിനറിയാം, കന്യകയിൽ ഉരുവായ ശിശുവിൻ്റെ പിതാവ് ഞാനല്ല എന്ന് വ്യക്തമായി ചരിത്രത്തോട് പറയുവാൻ യോഗ്യനായവൻ പിതാവായ യൗസേപ്പാണ്. അതാണ് യൗസേപ്പിൻ്റെ പ്രസക്തി, ചരിത്രത്തിലെ പ്രസക്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഈ പുണ്യപിതാവ്, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ തിരുക്കുടുംബത്തിൻ്റെ നല്ല ഓർമ്മയുടെ സമയത്ത് നമ്മൾ പല സന്ദർഭങ്ങളിലും വിസ്മരിക്കുമെങ്കിലും സ്മരിക്കുവാനുള്ള, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള മഹത്തരമായ ജീവിത പ്രത്യാശയായി പിതാവായ യൗസേപ്പിൻ്റെ ജീവിതം നമുക്ക് തുണയാകട്ടെ. ശുശ്രൂഷയിലൂടെ ഇടം നൽകി ചരിത്രത്തിലും ദൈവരാജ്യത്തിലും നിത്യജീവനിലും നമുക്കിടം തേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.